ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മളിതാ കുറച്ച് ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപയർ സാധാരണ സുഖിയൻ ഉണ്ടാക്കിയല്ലേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പുഴുങ്ങിയ നമ്മുടെ ചെറുപയർ പാനിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. എൻ്റെ മാവ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചെറുപയർ പുഴുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരകിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ സ്റ്റവ് ഓണാക്കിയിട്ടില്ല. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ശർക്കര ഒട്ടും കുറവ് വരുത്തണ്ട. ഇത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉരുക്കാത്തയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിൽ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഞാൻ തോരൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏലക്കയും ജീരകപ്പൊടിയും ചേർക്കണം. ഇത് ജീരകം പൊടിച്ച് വെച്ചതാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കും. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ശർക്കരയ്ക്കകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റി വരാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ നല്ല സമയം എടുത്താൽ നല്ലതായിട്ട് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി. കണ്ട സ്പൂൺ വെച്ച് കോരുന്ന ഒരു കറിയും ഒന്ന് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഈ ഒരു പരിപാടി നമുക്ക് മാറ്റാം. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമില്ലേ, അത് അങ്ങോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇതൊന്ന് ചൂടാവട്ടെ. ഇത് എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഇതിലിരിക്കത്തില്ല നന്നായിട്ട്. ചെറിയ പാത്രം ആയതുകൊണ്ട് ഇത് ഉരുണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ച് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ചെറിയ രീതിയിലൊന്ന്. ഇനി ഈ തവി അങ്ങ് മാറ്റാം. നമുക്ക് സ്പൂൺ മതി. സ്പൂൺ വെച്ചാണ് നമുക്ക് കോരി എടുക്കേണ്ടത്. ഇനിയും ബാറ്ററി ഞാൻ കാണിച്ചിട്ട്, നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അധികം വരുന്ന മാവില്ലേ, അതെ അതാണ് സംഭവം കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ബാറ്ററൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അധികം വരുന്ന മാവാണ് കേട്ടോ ഇത്. ഇതേ ഇഡലിയുടെയും ദോശയുടെയൊക്കെ അധികം വരുന്ന മാവ്, ഉപ്പൊക്കെ ചേർത്ത് തന്നെയുള്ള മാവാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ട ഒന്ന് ചൂടായെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ഓരോ സ്പൂണ് നമ്മൾ ഓരോ തവി മാവ് കോരി ഒഴിക്കണം കേട്ടോ. അതെ, ഓരോ തവി ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 1/2 പോർഷന്. നമ്മളിപ്പം ചോക്ലേറ്റ് ലാവ കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ. അപ്പോൾ അതാ ഈ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒരുപാട് വേണ്ട കേട്ടോ. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് എടുക്കാൻ താമസിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ. വലിയ ഉണ്ണിയപ്പക്കാരെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നടുക്ക് ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു കൂട്ടങ്ങോട്ട് വെച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നടു ഭാഗത്ത് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഒരു കോട്ടിനും കൂടെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി, ഒരുപാട് വേണ്ട. ഇത് ഈ തവി ആയതുകൊണ്ടിട്ട് ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോകുന്നുണ്ടേ. നമ്മൾ സ്പൂൺ വെച്ചാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും. കവർ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ സാവധാനത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ സംഭവം ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം. പിന്നെ ദോശമാവ് ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദോശമാവ് കളയുകയും വേണ്ട, എന്നാൽ അല്പം മധുരം കഴിക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിലാക്കി എടുക്കാം കേട്ടോ. ഇത് കുറേ നാളായി ശരിക്കും പറഞ്ഞ ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ണിയപ്പം ഒന്നും അല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും സംഭവം വേറെയാണ്. അപ്പോൾ ഞാനിത് കഴിച്ച് കാണിച്ചു തരാം. എങ്ങനെ നല്ല ചൂടാണ്, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് എങ്കിലും ഞാൻ കാണിച്ചു തരാത്തേ. ഇത് കണ്ടോ, കോട്ടിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ചൂടാണ്. ഒരെണ്ണം എടുക്കാം. ഇതാ ഇങ്ങനെ പൊട്ടിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ആ ചെറുപയറും ശർക്കരയൊക്കെ ഇതാ ഇങ്ങനെ കണ്ടോ. ഇതാ നല്ല ചൂട് പറക്കുന്നുണ്ട്. പുറത്തെല്ലാം ഉഴുന്നുവടയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അകത്തോട്ട് പോകുമ്പം മധുരം വന്നിട്ട് സംഭവം അടിപൊളി. അപ്പം ദോശയുടെ ഇഡലിയൊക്കെ മാവ് അധികം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കോളും. അല്പം ചെറുപയറും വെള്ളത്തിലിട്ടിട്ട് സംഭവം അടിപൊളിയാട്ടോ. ഇതാ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചെറുപയറും ശർക്കരയുടെ ഒരു കോമ്പിനേഷൻ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ സുഖിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ വേർഷനായിട്ട് നമുക്കത് കഴിക്കാം കേട്ടോ. ട്രൈ ചെയ്തോളുക, സൂപ്പറാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ.